മാടായിക്കാവിലെ പെരുങ്കളിയാട്ടം എന്നറിയപ്പെടുന്ന കലശ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വെള്ളിയാഴ്ച വൈകിട്ടോടെ മാടായിക്കാവിലമ്മയുടെ തിരുമുടി നീവരും. വ്യത്യസ്തമായ ചടങ്ങുകളാണ് നടക്കുക. മാടായിക്കാവിലെ പെരുങ്കളിയാട്ടം എന്നറിയപ്പെടുന്ന കലശ മഹോത്സവം ചടങ്ങുകൾ കൊണ്ട് തന്നെ വ്യത്യസ്തമാണ്. ഈ വർഷത്തെ കലശ മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഓരോ ദേശത്തെയും അവകാശപ്പെട്ട പെരുവണ്ണാന്മാരാണ് തെയ്യക്കോലം കെട്ടിയാടുന്നത്. കലശം വരവ്, തട്ടുപറിക്കൽ ചടങ്ങ്, മീനമൃത് തുടങ്ങിയ ചടങ്ങുകളാണ് നടക്കുക. വൈകിട്ടോടെ തിരുവർക്കാട്ട് ഭഗവതിയുടെ തിരുമുടി നിവരും. ശേഷം കളരിയാൽ ഭഗവതി, ക്ഷേത്രപാലകൻ, ചുഴലി ഭഗവതി, സോമേശ്വരി, കാളരാത്രി, മാഞ്ഞാളമ്മ തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. മാടായി പെരുവണ്ണാൻ EV അശ്വനാണ് ഭഗവതിയുടെ കോലധാരി. വള്ളിക്കെട്ടിനിടയിലൂടെ പ്രകൃതിയിൽ അലിഞ്ഞ് തിരുവർക്കാട്ടുകാവ് ഭഗവതിയുടെ തിരുമുടി നിവരുന്ന ഭക്തിനിർഭരമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി ഭക്തർ എത്തിച്ചേരും. ചടങ്ങുകൾ ഇങ്ങനെയെന്ന് കുഞ്ഞിരാമൻ പെരുവണ്ണാനും അശ്വൻ പെരുവണ്ണാനും പറയുന്നു. ഇടമാസത്തില് സംക്രമം മുതൽ തോറ്റം നിൽക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. പിന്നെ എല്ലാ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിലാണ് ഇവിടെ രാവിലെ തോറ്റം നിൽക്കുന്നത്. മറ്റുള്ള ദിവസം മീനമൃതം, മറ്റുള്ള ദിവസം പിന്നെ എല്ലാ ദിവസവും മീനമൃതുണ്ട്. പിന്നെ ഇടവമാസം 10-ാം തീയതി കലശം കുറിക്കുന്നു. പിന്നെ അന്നേരമാണ് നമുക്ക് തീയതി അറിയാൻ പറ്റുക. അത് കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ മുടി കിട്ടുന്നു പറ്റാവുന്ന ഒരു ദിവസം. പിന്നെ കളിയാമ്പള്ളി തോറ്റം, അതായത് പിന്നെ എപ്പോഴാണോ തെയ്യം വരുന്നത് അതിന്റെ തലേ ദിവസം കളിയാമ്പള്ളി തോറ്റം ഉണ്ടാവും. കളിയാമ്പള്ളി തോറ്റം കഴിഞ്ഞിട്ട് പിന്നെ അണിയറ കെട്ടലും. ഇടവമാസം പിറക്കുന്ന സംക്രമം മുതൽ കളിയാട്ട ദിവസം കുറിക്കുന്നത് തമ്പുരാൻ കുറിക്കുന്നത്. മുൻപ് കാലത്തെ തമ്പുരാൻ കുറിച്ചിട്ടാണ് നമുക്ക് പേര്. ഇടവം 10-ാം തീയതി കലശം കുറിച്ചു. അത് ഒറ്റപ്പെട്ട ദിവസങ്ങളിലാണ് വരിക. 17, 19, 23, 27 അങ്ങനെയുള്ളത്. അതിലും ആഴ്ച കിട്ടണം. ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, ഞായറാഴ്ച ഇങ്ങനെയുള്ള കൊടി ആഴ്ചകളും കിട്ടണം. ഇങ്ങനെയൊക്കെയാണ് കളിയാട്ടം. പിന്നെ ചറക്കൽ കോവിലകത്ത് തമ്പുരാന്റെ തായിയായിട്ടാണ്, അമ്മയായിട്ടാണ് ഇവിടെ കളിയാട്ടം നടന്നു വരുന്നത്. ആ അവരാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കാര്യം പിരീഡ് ചെയ്തു വരുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട അമ്മ മാടായിക്കാവിലമ്മ, തിരുവറുകാട്ട് ഭഗവതി എന്ന് പറയും. അത് മാടായി പെരുവണ്ണനാണ് നടത്തി വരുന്നത്. അത് മാടായി പെരുവണ്ണൻ എന്നുള്ള മാടായി ഈ ദേശത്ത് താമസിക്കുന്ന ദേശവാസിയായ പെരുവണ്ണൻ കൂടിയാണ്. ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉച്ചഭക്ഷണം ഉൾപ്പെടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ചിറക്കൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ V. വേണു പറഞ്ഞു. ഈ വർഷത്തെ മാടായിക്കാവിലെ കലശ മഹോത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വരികയാണ്. നാളെ കാലത്ത് തന്നെ കലശവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കും. ഈ വർഷത്തെ കലശ മഹോത്സവം ഏറ്റവും ഭംഗിയായി നടത്താനുള്ള എല്ലാ ആലോചനകളും ദേവസ്വം നടത്തി അതിനുള്ള തയ്യാറെടുപ്പെല്ലാം പൂർത്തിയായി വരികയാണ്. അതോടൊപ്പം രാവിലെ മുതക്കലശം ആരംഭിച്ച് വൈകുന്നേരം 5 മണിക്ക് കലശത്തട്ട് വരവും അതോടൊപ്പം തിരുമുടി നിവരലും. എന്തായാലും വലിയൊരു പങ്കാളിത്തമാണ് നമ്മൾ ദേവസ്വം പ്രതീക്ഷിക്കുന്നത്. അതിന് നാളെ തന്നെ ഉച്ചഭക്ഷണവും എല്ലാം ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. ഇതര സംസ്ഥാനത്തു നിന്നുൾപ്പെടെ നിരവധി പേരാവും ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തുക. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.